क्या उससे भी जोड़कर आपको लगता है ये एक वोट चोरी का मामला है? एसआईआर का इसलिए विरोध? देखिए, एसआईआर का डिस्कशन हम बिहार में जाके करेंगे, वो बहुत जरूरी है। बट यहां मैं आपका फोकस इस पे लाना चाहता हूं। यहां पे इलेक्शन चोरी करने का हमने एक मॉडल पकड़ा है और मुझे लगता है कि इस मॉडल का प्रयोग देश की बहुत सारी लोकसभा और विधानसभाओं में किया जा रहा है और मिनिमम इलेक्शन कमीशन को हमें इलेक्ट्रॉनिक वोटर्स लिस्ट 10 साल 15 साल की एंड सीसीटीवी फुटेज पकड़ा देना चाहिए। I am demanding it right now and I am saying, I am the opposition leader and I am saying if they do not give it, they are colluding with the BJP. I've said it again and again and again. Why they are not giving it? Thank you. Thank you very much. We are doing, yeah. Tomorrow सुन लीजिए एक मिनट, ये अनाउंसमेंट सुन लीजिए। Tomorrow we are going to Bangalore. There we are going to take a march there. Congress president is going and we are going to raise this issue. Of course, there is another drama now unfolding in Bihar. So this idea that democracy has been destroyed in India is gaining ground. It's, in my opinion, true. രാഹുൽ ഗാന്ധി 1 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് താനിത് അവതരിപ്പിക്കുന്നത് എന്ന ആമുഖത്തോടു കൂടിയാണ് മഹാരാഷ്ട്രയിൽ നടന്ന വ്യാപകമായിട്ടുള്ള ക്രമക്കേട് തുറന്നു കാട്ടാൻ അദ്ദേഹം ശ്രമിച്ചത്. അങ്ങനെ വോട്ടിംഗ് സംബന്ധിച്ച് മഹാരാഷ്ട്രയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടതും പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിഗണ്യമായി വോട്ടിൽ ഉണ്ടായിട്ടുള്ള വർധനവ്, വോട്ടിംഗ് സമയം അവസാനിച്ചതിന് ശേഷവും നിരവധി പേർ വോട്ടിട്ടതിൻ്റെയും കന്നി വോട്ടുകൾ 75-ഉം 95-ഉം വയസ്സുള്ളവർക്ക് 2 വോട്ട്, ഒരു കന്നി വോട്ട് അല്ലാതെ 1 വോട്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനങ്ങളിലായി വോട്ട് ചെയ്ത ആളുകൾ, അങ്ങനെ ലക്ഷക്കണക്കിന് വോട്ട് ഗണ്യമായി വർദ്ധിച്ചു. ഇതൊക്കെ ക്രമക്കേടിൻ്റെ ഭാഗമാണ് എന്ന് പറയുകയാണ്. ഒപ്പം തന്നെ BJPയുടെ ആ വലിയ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണവും ഇപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ 1 മണിക്കൂർ നടത്തിയ നീണ്ട വാർത്താ സമ്മേളനത്തിലൂടെ തുറന്ന് കാട്ടുകയായിരുന്നു. അങ്ങനെ BJPയെ സംബന്ധിച്ചോളം ഇതിന് തീർച്ചയായും അത് ലോക്സഭയിലടക്കം ഉയർന്ന വിഷയമായിരുന്നു. വലിയ തോതിൽ ലോക്സഭയിലൊക്കെ തന്നെ ശബ്ദമുഖരിതമായിട്ടുള്ള സംഭവങ്ങൾ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, ക്രമക്കേടുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പ്രതിപക്ഷം ഉയർത്താൻ ശ്രമിച്ചു. അന്നൊക്കെ തന്നെ അനുമതി പലപ്പോഴും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല, തടസ്സം നിന്നിരുന്നു ഭരണപക്ഷം. പക്ഷേ ഇതിന്നിപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് രാഹുൽ ഗാന്ധി എന്താണ് മഹാരാഷ്ട്രയിൽ നടന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യങ്ങൾ തുറന്ന് കാട്ടുകയായിരുന്നു. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. അനൂപ്, രാഹുൽ ഗാന്ധി 1 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട കണക്കുകളാണ് നിരത്തിയത്. ഓരോ കണക്കുകൾ, ഏതൊക്കെ സാഹചര്യങ്ങൾ, നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വലിയ അന്തരം, ഇതൊക്കെ എങ്ങനെയാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത്, എന്തൊക്കെ തെളിവുകൾ അനുബന്ധമായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നുണ്ട്? അനൂപ്, കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ 9 ഇടത്ത് ഫലം വന്നപ്പോൾ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന സ്ഥലത്ത് വിജയിച്ചില്ല കോൺഗ്രസ്. 7 ഇടത്തെ തോൽവി ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഈ ഘട്ടത്തിലാണ് പരിശോധനയ്ക്ക് കോൺഗ്രസ് തയ്യാറായത്. ആ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്തത്. എന്തായാലും മഹാദേവപുര എന്ന ഒരു മണ്ഡലത്തിൽ മാത്രം നടന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. ആ മണ്ഡലത്തിൽ 1,14,000 വോട്ടിന്റെ ഭൂരിപക്ഷം BJPക്ക് ലഭിച്ചു. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും ഫലം നമ്മൾ മഹാദേവപുരയിൽ നിന്ന് പരിശോധിക്കുമ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ, തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ 45,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ അതിനു മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ 17,000 വോട്ടിന്റെ ഭൂരിപക്ഷം BJPക്ക് ലഭിച്ചിരുന്നു. അതും കഴിഞ്ഞ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 45,000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചിരുന്ന BJPക്ക് അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,14,000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധി ആദ്യം ചോദിച്ചത്. മാത്രവുമല്ല, അതേ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുര ഒഴികെയുള്ള മറ്റെല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പ്രാധാന്യം നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞു, വോട്ട് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു, മുന്നിട്ട് നിന്നത് കോൺഗ്രസ് ആണ്. എന്നാൽ മഹാദേവപുരയിൽ മാത്രം
BJP ലീഡ് ചെയ്യുന്നു. ലീഡ് എന്ന് പറയുന്നത് ഹ്യൂജ് ലീഡാണ്. 1,14,000 വോട്ടിന്റെ വലിയ ലീഡ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് പരിശോധിച്ചപ്പോൾ എല്ലാ ഇടങ്ങളിലും വലിയ വ്യാജമായ വോട്ട് ചേർക്കൽ നടന്നിട്ടുണ്ട്. അത് വ്യാജ വോട്ടർ പട്ടികയിൽ വ്യാജമായ ആളുകളെ തിരികെ കയറ്റിയതാണ്. ഒരേ ആൾ തന്നെ 4 തവണ വോട്ട് ചെയ്ത സ്ഥലങ്ങളുണ്ട്. 95 വയസ്സും 72 വയസ്സും ഒക്കെ പ്രായമുള്ള ആളുകൾ കന്നി വോട്ടർമാരായി നൽകിയത്. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉൾപ്പെടെ മുൾമുനയിലാക്കുന്ന ആരോപണങ്ങൾ ഉയർത്തുകയാണ്. വ്യാപകമായിട്ടുള്ള ക്രമക്കേടാണ് കർണാടകയിൽ ഉൾപ്പെടെ നടന്നത് എന്നാണ് രാഹുൽ ഗാന്ധി സ്ഥാപിക്കാൻ ശ്രമിച്ചത്. തെളിവുകളാണ് പുറത്തേക്ക് നേരത്തെ വിട്ടത്.